ആരാണെന്ന വിചാരം? മഹാറാണിയോ? എന്റെ സ്ഥാനത്ത് ഗാർഗയായിരുന്നെങ്കിലേ ഈ ചൂട് ചായ അവളുടെ മുഖത്തൊഴിച്ചാലേ. കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് നോക്ക് ചെയ്യട്ടെ, എന്നാലേ മര്യാദ പഠിക്കും. ഇപ്പൊ മര്യാദ പഠിച്ചല്ലോ, ഇനി ഇത് മറക്കാൻ പാടില്ല. ചായ അവിടെ കൊണ്ട് വെച്ചേക്ക്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നീ എങ്ങനെ ഈ വീട്ടിലെത്തി എന്നുള്ളത് എനിക്കറിയാം. നിന്നെ ഞാൻ കുറ്റം പറയില്ല. നല്ലൊരു കാശുകാരൻ പയ്യനെ, അതും നല്ലൊരു ചുള്ളനെ കിട്ടിയ ഏത് പെൺകുട്ടിയാ വേണ്ടെന്ന് പറയാ? നിന്റെ കഴുത്തിലൊരു താലി കെട്ടിന്നല്ലാതെ വിശാല് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം എനിക്കറിയാം. അല്ല, അയാൾക്ക് വെച്ചുണ്ടാക്കി കൊടുത്തിട്ടേ നിനക്ക് എന്ത് കിട്ടാനാ? വെറുതെ നീ നിന്റെ ജീവിതം തൊലച്ചു കളയാ ചെയ്യുന്നത്. ആ, നിന്നെ കാണാനൊക്കെ നല്ലതാ. നിന്റെ പോരായ്മകളൊക്കെ അംഗീകരിച്ച് നിന്നെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താൻ നിനക്ക് കഴിയും. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ഇതിലൊപ്പിട്ട് കൊടുത്താലേ നിനക്ക് നിന്റെ വഴിക്ക് പോവാം, വിശാലിന്റെ വഴിക്കും പോവാം. നിന്റെ ഒറ്റ ഒപ്പിന്റെ പുറത്താണ് രണ്ടുപേരുടെയും ഭാവി തീരുമാനിക്കപ്പെടുന്നത്. സ്നേഹത്തോടെ പറഞ്ഞ നിന്റെ തലേ കേറില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിന്നെ ഈ വീട്ടിലിട്ട് നരകിപ്പിക്കാൻ പോവാ ഞാൻ. കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം എത്തുമ്പോഴേ എനിക്ക് വയ്യേന്നും പറഞ്ഞ് നീ അങ്ങ് ഓടിപ്പൊയ്ക്കോളും. ഇവിടെ ക്ലീൻ ചെയ്. ആ, എവിടെ പോന്നു? തുടയ്ക്കാനുള്ളത് എടുത്തിട്ട് തരാം. ആഹാ, മോപ്പോണ്ടല്ല, നിന്റെ കൈകൊണ്ട് ഈ കപ്പിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി കളഞ്ഞിട്ടേ ഉടുത്തിരിക്കുന്ന ഈ സാരിന്റെ തുമ്പ് കൊണ്ട് നീ ഇത് തുടയ്ക്കണം. എന്താവശ്യമുണ്ടെങ്കിലും പാർവതിയോട് പറഞ്ഞാ മതിയെന്നാ ആന്റി എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ റൂമൊക്കെ ക്ലീൻ ആക്കി കിട്ടണം, അതാണ് ഇപ്പൊ എന്റെ ആവശ്യം. പറ്റില്ലെങ്കിൽ ഞാൻ ആന്റിയെ വിളിക്കാം, ആന്റി നിന്നെ കൊണ്ടതനുസരിപ്പിക്കും. അങ്ങനെ എന്നോട് ആന്റി പറഞ്ഞിരിക്കുന്നത്. അല്ല, എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ പാർവതി, എന്തായി കാണിക്കുന്നേ? കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചായക്കപ്പേ എന്റെ കയ്യിൽ നിന്ന് വീണെന്ന് ഉടഞ്ഞായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഈ പാർവതി കേൾക്കുന്നില്ല. അയ്യോ, ഞാൻ ചെയ്തോളാം പാർവതി. ഇവിടത്തെ മരുമകളായി കഴിഞ്ഞാലേ ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്.
അതെ, ഇത് ക്ലീൻ ചെയ്യാൻ ആ സെർവന്റിനോട് പറ. ചെല്ല്. ഒപ്പിടാതെ നീ എത്ര കാലം പിടിച്ചു നിൽക്കും? അതെനിക്കൊന്ന് അറിയണം. ഈ ജാസ്മിൻ എന്താണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അച്ഛമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് പെട്ടെന്ന് വന്നോ? ആഹാ, എന്താ ഇത്? അച്ഛമ്മ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം. അല്ല, നീ കഴിച്ചോ? ഇല്ല. അല്ല, നീ എടുത്ത് കഴിക്ക്. ഞാൻ ആദ്യം കഴിക്കാൻ പാടില്ല. അല്ല, ഈ പ്രസാദം കഴിക്കുന്നതിലും പ്രമാണമുണ്ടോ? എല്ലാരും കഴിച്ചിട്ടേ നീ കഴിക്കാൻ പാടുള്ളൂ എന്ന്. എല്ലാവരും കഴിച്ചതിന് ശേഷമല്ല, പിന്നെ ഭർത്താവ് കഴിച്ചതിന് ശേഷം. എന്താ ഇവിടെ? അച്ഛമ്മ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം. ഇവള് തരുന്ന ഒന്നും വിശ്വസിച്ച് വാങ്ങി കഴിക്കണ്ട. ബന്ധം പിരിയുന്നതിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം നിലതെറ്റി നിൽക്കുകയല്ലേ ഇവള്. നിനക്ക് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനും ഇവള് മടിക്കില്ല. നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അമ്മ വെറുതെ. അല്ല, നീ പറഞ്ഞില്ലേ ഭർത്താവ് കഴിച്ച ശേഷം മാത്രമേ ഭാര്യ കഴിക്കാൻ പാടുള്ളൂ എന്ന്? ഇത് പണ്ട് എന്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അമ്മയല്ല, മരിച്ചുപോയ എന്റെ അമ്മ. ഈയിടെയായിട്ട് ചത്തുപോയ അമ്മയെക്കുറിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ഇവൾ ഓരോന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഓർമ്മിപ്പിക്കുന്നതാ. നീ പായസത്തിന് കൊതി പിടിച്ച് നിൽക്കുകയാണല്ലേ? ഞാൻ കഴിക്കാത്തോണ്ട് നിന്റെ കൊതി നടക്കാതെ പോണ്ട. നീ ഒഴിക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇവളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല മോനെ. അത്രയ്ക്ക് കൊതിയാണെങ്കിൽ ഇത് മുഴുവൻ നീ തന്നെ അങ്ങ് കഴിച്ചോ. ഇദ്ദേഹത്തിന് നൽകാതെ ഞാൻ ഇത് മുഴുവൻ കഴിക്കുമായിരുന്നു. ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഇതിലാരെങ്കിലും വിഷം ചേർത്തിരുന്നുവെങ്കിൽ. ഇവള് പറഞ്ഞതിന്റെ അർത്ഥം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇവളെന്നെ കൊല്ലില്ലെന്ന്, എന്നെ രക്ഷിക്കേ ഉള്ളൂന്ന്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നീ ഒഴിച്ചേ. അയ്യേ, ഹലോ 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 ഹലോ, ഇതാരാ? ഇത് ഞാനാ. ഞാനെന്ന് പറഞ്ഞ? ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. ഹലോ, ശബ്ദം വ്യക്തമല്ല. അതെ, ഇവിടെ ഒരു തത്തയുണ്ട്. ആ തത്തയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നുന്നേ. തത്ത ഫോണിൽ സംസാരിക്കൂ? നീ ഒരു മണ്ടൻ തന്നെ. എടോ, ശബ്ദം കേട്ടിട്ട് അതുപോലെ തോന്നിയെന്നാ പറഞ്ഞത്. ഇതാരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാനാ. എടോ, ഞാനാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന പേര് പറയടോ. എന്റെ പേര് മണിക്കുട്ടൻ. മണി
മണിയെന്ന എല്ലാവരും വിളിക്ക. പിടിച്ചു കൂട്ടിലടച്ചിട്ട് പഠിച്ചില്ലല്ലേ? ഈ കൂട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തോണ്ടല്ല. പാറുവിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഞാനാണെന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാ ഞാൻ ഇതിന്റെ അകത്ത് തന്നെ കഴിയുന്നത്. മണിക്കുട്ടൻ എന്ന തത്തയല്ല പാറുവിന്റെ ശക്തി, ഉദയന്നൂർ ദേവിയാ. അത് മനസ്സിലാവുമ്പോ നീ എന്നോട് വന്ന് ക്ഷമ പറയും. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. കാത്തിരുന്ന് വേരി മുളക്കേ ഉള്ളൂ. എടാ, നീ ഭയങ്കര ഉടായിപ്പ. നിന്നെ കൂട്ടിലടക്കിയല്ല വേണ്ടത്, ഏതെങ്കിലും പട്ടിക്ക് തിന്നായിട്ട് കൊടുക്ക വേണ്ടത്. നീ നിന്റെ അഹങ്കാരം കുറച്ചില്ലെങ്കിൽ വൈകാതെ അത് തന്നെ സംഭവിക്കും. കേട്ടടാ വാരട്ട തത്തേ. വിശാൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മരിച്ചുപോയ അമ്മയെ ഓർക്കുന്നു. ഇത്രയും കാലം പാർവതി കാണുമ്പോൾ മുഖം തിരിഞ്ഞു നിന്നവൻ ഇപ്പൊ അവളോട് അനുകമ്പയോടും സ്നേഹത്തോടെയും പെരുമാറുന്നു. രണ്ടുപേരും മറയില്ലാതെ ഇടപഴകുന്നു. അവന്റെ ജീവിതത്തിൽ ചേച്ചിക്ക് സ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാത്. വിശാലിന്റെ ജീവിതത്തില് എനിക്ക് സ്ഥാനം ഇല്ലാതാവുന്നുവെന്നോ? അറം പറ്റുന്നൊന്നും പറയല്ലേ പ്രതാപ. അവൻ എന്നെ തള്ളി പറഞ്ഞ ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെയായിപ്പോവും. കഷ്ടപ്പെട്ട് ഞാൻ അവനെ ഇത്രയാക്കിയത് ഗോപിയേട്ടന്റെ സ്വത്തും മുതലും കണ്ടിട്ട് തന്നെയാ. അത് എവിടുന്നോ വന്ന ഒരു പെണ്ണ് അനുഭവിക്കാന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ചേച്ചി ഒരു മുൻകരുതൽ എടുത്താൽ മതി. അങ്കിളുടെ തോന്നൽ പറഞ്ഞതാണെങ്കിലും അതങ്ങനെ തള്ളിക്കളയണ്ട ആന്റി. വിശാലും പാർവതിയും പതിവില്ലാത്ത വിധം അടുത്തിടപഴകുന്നുണ്ടെങ്കിൽ അത് ആന്റി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ സൂചന തന്നെയാ. അവരെ കൂടുതൽ അടുക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പോംവഴി. ഞാൻ എന്ത് ചെയ്യണമെന്നാ ജാസ്മിൻ പറഞ്ഞു വരുന്നത്? അവർക്കിടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലണം. രണ്ടു പേർക്കും മധ്യത്തിൽ ഒരു മതില് പോലെ നിൽക്കണം. ആന്റിയെ മറികടന്ന് അവർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയരുത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഗായത്രി അമ്മ എന്റെ മുമ്പിൽ നേരിട്ട് വരൂ. ചിലപ്പോ ഈ ഫോട്ടോയിലിരുന്ന് എന്നോട് സംസാരിക്കും. എനിക്ക് മാത്രമേ അത് കേൾക്കാനും കാണാനും ഒക്കെ പറ്റൂ. അമ്മ നിന്നോട് എന്തോ ഒരു കാര്യം പറഞ്ഞു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? പറഞ്ഞു. ഒരു ആഗ്രഹം. വിശാൽ സാറിന് എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാഗ്രഹം. എന്ത്? ഇനി മുതൽ ഈ വിളക്ക് വിശാൽ സാർ കൊളുത്തണമെന്ന്. ഞാൻ കള്ളം പറഞ്ഞതല്ല. ഇത് വിശാൽ സാർ ചാർത്തുന്നതായിരിക്കും ഗായത്രിയമ്മയ്ക്ക് ഇഷ്ടം. ചാർത്ത്.
പ്രതാപൻ പറഞ്ഞത് സത്യമാണെന്നാ തോന്നുന്നത്. വിശാലിനിപ്പോ എന്നെക്കാളും ഇഷ്ടം ഗായത്രിയാ. ഇതെല്ലാം പാർവതിയുടെ കളികളാ. എന്നോടുള്ള വെറുപ്പ് അവൾ അവന്റെ മനസ്സിൽ കുത്തിവെക്കുന്നുണ്ട്. ഇനി ഗായത്രി അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. വിശാൽ സാറ് ഈ വിളക്ക് കൊളുത്തണമെന്ന്. ദാ ഇതല്ലേ ഗായത്രി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുരപലഹാരം? ഇത് നിനക്കെങ്ങനെ മനസ്സിലായി? ഗായത്രി അമ്മയും ഞാനും സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് കള്ളമല്ല. അയ്യോ, തോരന് കടുക് തളിക്കാൻ മറന്നുപോയി. ഞാനിപ്പോ വരാവേ. അവള് അമ്മയുടെ കാര്യം പറയുമ്പോ സത്യം പറഞ്ഞ എനിക്ക് അമ്മയെ കാണാൻ തോന്നി. അവളുടെ അടുത്ത് പോകാറുള്ളത് പോലെ എന്റെ അടുത്ത് വന്നൂടെ അമ്മയ്ക്ക്? അമ്മയൊന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഈ അമ്മയുടെ സ്നേഹം കുറഞ്ഞു പോയെന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സിലിപ്പോ ഞാനില്ല വിശാൽ, ഗായത്രിയേ ഉള്ളൂ. അത് നിന്റെ കുറ്റമല്ല. ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചിരിക്കല്ലേ ആ പാർവതി. എന്ത് കൈവശം തന്നാ അവള് നിന്നെ മയക്കിയെടുക്കുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അവൾ ഒരു കൈവശവും തന്നിട്ടില്ല. കണ്ടില്ലേ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നിന്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോവെന്ന് ഞാൻ കരുതിയതേ ഇല്ല വിശാൽ. അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും. നീ ഈ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒപ്പിടണം. അമ്മയ്ക്ക് വാക്കുതാ, നിനക്കൊരു മാറ്റവും ഇല്ലെന്നും പാർവതിയുമായുള്ള ബന്ധം പിരിയാൻ നിനക്ക് സമ്മതമാണെന്നും. ഞാൻ ആവശ്യപ്പെടുന്നത് പോലെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ സമ്മതമാണെന്നും നീ എനിക്ക് വാക്കുതാ വിശാൽ. ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവും. ഞാൻ ഒപ്പിട്ടാൽ അമ്മയും അങ്കിളും ഒക്കെ പാർവതിക്ക് നേരെ തിരിയും. ജീവൻ പോയാലും പാർവതി ഒപ്പിടുകയില്ല. നീ എന്താ ആലോചിക്കുന്നേ? അതിലൊരു ഒപ്പിടാൻ നിനക്ക് ഇത്രയേറെ ആലോചിക്കണം അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. അമ്മയുടെ വാക്കിനൊന്നും നീ ഇപ്പോ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന്. അതുകൊണ്ടൊന്നുമല്ല അമ്മേ, ഒപ്പിടാൻ എനിക്ക് സമ്മതം തന്നെയാ. ഞാൻ ആദ്യം ഒപ്പിട്ടാൽ എല്ലാരും എന്നെ കുറ്റം പറയും. അതുകൊണ്ട് പാർവതി ഒപ്പിട്ട ശേഷം ഞാൻ ഒപ്പിടാം.